ഇത് ബ്രോങ്കിയൽ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, എന്താണ് ബ്രോങ്കിയൽ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. സോ ബ്രോങ്കിയൽ ആസ്മ കേരളത്തിലെ ഏറ്റവും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. സോ കേരളത്തിൽ എന്തുകൊണ്ടാണ് ബാക്കി സംസ്ഥാനങ്ങളെക്കുറിച്ച് ബ്രോങ്കിയൽ ആസ്മ കേസസ് കുറച്ചും കൂടി കോമൺ ആവാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിലെ ഹ്യൂമിഡിറ്റി, അതായത് ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആയത് കാരണമുള്ള ഒരു ഹ്യൂമിഡിറ്റി ഒരു കാരണമാണ്. പിന്നെ മിക്ക സ്ഥലങ്ങളിലും അതായത് റബ്ബർ പോലുള്ള മരങ്ങൾ, റബ്ബർ, അക്കേഷ്യ പോലുള്ള മരങ്ങൾ, അതിൻ്റെ പൂ വരുന്ന സമയത്ത് അതിൻ്റെ പൊടി, പോളൻ ഗ്രെയിൻസ് അലർജി പേഷ്യൻസിന് ഉണ്ടാകാറുണ്ട്. സോ ഇപ്പോൾ ബ്രോങ്കിയൽ ആസ്മയുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ, അത് വീസോട് കൂടിയുള്ള ശ്വാസം മുട്ടൽ, എപ്പോഴും വീസിങ് വരണം, പേഷ്യൻറ്റിന് തോന്നിക്കണമെന്നില്ല. ശ്വാസം മുട്ടൽ, അതുപോലെ ചുമയിലെപ്പോഴും ഈ കഫം വരണം എന്നില്ല, കുത്തിയുള്ള ചുമ, അതായത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചുമയും ബ്രോങ്കിയൽ ആസ്മയുടെ ലക്ഷണമായിട്ട് വരാം. അതുപോലെ ചെസ്റ്റ് ടൈറ്റ്നസ്, അതായത് നമുക്ക് ചെസ്റ്റ് ഇങ്ങനെ മുറുകുന്ന പോലത്തെ ഒരു ഫീലിങ്ങും, ചിലപ്പോൾ ചെസ്റ്റിൽ ഭാരം ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്, അതായത് ചെസ്റ്റിൽ ഭാരം ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തോന്നുമ്പോൾ മിക്ക പേഷ്യൻസും അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ചെസ്റ്റ് ടൈറ്റ്നസ് മാത്രം ബ്രോങ്കിയൽ ആസ്മയുടെ ഒരു സിംറ്റമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ചിലവർക്ക് അലർജിക് റൈനൈറ്റിസും കൂടെ ആസ്മയുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് തുമ്മലായിരിക്കും, വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും അവർക്കുണ്ടാവും. ചിലർക്ക് എക്സീമ, അതായത് സ്കിൻ അലർജിയും കൂടെ ചേർന്നിട്ടുണ്ടാകും. അതായത് സ്കിൻ എന്തെങ്കിലും സബ്സ്റ്റൻസിന് അലർജിക് ആണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, പിന്നീട് അവിടെ ബ്ലാക്കിഷ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും, അതാണ് എക്സീമ എന്ന് പറയുന്നത്, അലർജിക് എക്സീമ. ഇതൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയുടെ സിംറ്റംസ് വരുന്നത്. അപ്പോൾ ബ്രോങ്കിയൽ ആസ്മ എപ്പോഴും ശ്വാസം മുട്ടൽ ബ്രോങ്കിയൽ ആസ്മയുടെ സിംറ്റംസ് ആവണമെന്നില്ല. ബ്രോങ്കിയൽ ആസ്മ എപ്പോഴും ചെറുപ്പത്തിലേ ഉണ്ടാവാനാണ് സാധ്യത കൂടുതലുള്ളത്. ചെറുപ്പകാലത്തെ ബ്രോങ്കിയൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷേ പേഷ്യൻസിന്, അതായത് ഒരു കുറച്ച് ഏജ് ആയി കഴിഞ്ഞതിന് ശേഷവും ബ്രോങ്കിയൽ ആസ്മ ആദ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇപ്പം മിക്ക പേഷ്യൻസിനും കോവിഡൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന്, അതായത് അവർക്ക് ആദ്യമായിട്ട് വിട്ടുമാറാത്ത ചുമ കുറേ കാലങ്ങളായിട്ട് വരും, അതായത് ഒരു അലർജിക് ഒരു ആസ്മ ടെൻഡൻസി ബേസിക്കലി അവർക്ക് കാണും. പക്ഷേ കോവിഡൊക്കെ കഴിയുന്ന സമയത്ത് അവരുടെ ഒരു രോഗപ്രതിരോധ ശക്തിയൊക്കെ കുറയുന്ന സമയത്ത് ഈ ഒരു ചുമ മാത്രം, വിട്ടുമാറാത്ത ചുമ, കുറേ കാലത്തേക്കുള്ള വിട്ടുമാറാത്ത ചുമ ആസ്മയുടെ ഒരേ ഒരു ലക്ഷണമായിട്ട് മാത്രം വേണമെങ്കിൽ വരാം. അത് കോവിഡിന് ശേഷം ബ്രോങ്കിയൽ ആസ്മ അന്നേരം വരുന്നതും മാത്രമല്ല, കോവിഡിൻ്റെ ഭാഗമായിട്ടും വിട്ടുമാറാത്ത ചുമ വരുന്നതും ഉണ്ട്. ബ്രോങ്കിയൽ ആസ്മ ആദ്യമായിട്ട് ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള കേസസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രോങ്കിയൽ ആസ്മയ്ക്ക് ചെയ്യുന്നത് മെയിൻലി നമ്മൾ IgE എന്ന് പറയും. അതായത് ബ്ലഡിൽ IgE എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് എത്രമാത്രം കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കും. അപ്പം അലർജിയൊക്കെ ഒരുപാടുള്ള പേഷ്യൻസിന് IgE കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ നോക്കുന്നതാണ് ഈസ്നോഫിൽ കൗണ്ട്, അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് നോക്കും. ഈസ്നോഫിൽസ് എത്രയുണ്ട് ബ്ലഡിൽ എന്ന് നോക്കും. അതായത് ഈ ഈസ്നോഫിൽ കൗണ്ടും IgE കൗണ്ടും അത് രണ്ടും കൂടിയിരിക്കുന്ന, ബ്ലഡിൽ കൂടിയിരിക്കുന്ന പേഷ്യൻസ് നമ്മൾ ബ്രോങ്കിയൽ ആസ്മ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിറോയിഡ് ഇൻഹേലേഴ്സ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ റെസ്പോണ്ട് ചെയ്യും. കാരണം അവർക്ക് ബെറ്റർ റെസ്പോൺസ് ആയിരിക്കും. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗലക്ഷണങ്ങൾ കുറയുന്നതായിട്ട് കാണാം. അതായത് IgE കൂടിയ പേഷ്യൻസും ഈസ്നോഫിൽ കൗണ്ട് കൂടിയ പേഷ്യൻസിൽ, എസ്പെഷ്യലി IgE കൂടിയ പേഷ്യൻസിന്, ഈ സിറം IgE ബ്ലഡിൽ കൂടിയ പേഷ്യൻസിന് സ്റ്റിറോയിഡ് ഇൻഹലേഷൻ, അതായത് ഇൻഹേലർ തെറാപ്പി കൊടുക്കുന്ന സമയത്ത്, ഇൻഹേലർ മെഡിസിൻ കൊടുക്കുമ്പോൾ IgE കൂടിയ പേഷ്യൻസ് കൂടുതൽ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനാണ് നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബേസിക് ഇൻവെസ്റ്റിഗേഷനായി ഏത് ശ്വാസകോശ രോഗത്തിനും ബേസിക് ഇൻവെസ്റ്റിഗേഷനായി ചെസ്റ്റ് എക്സ്റേ നമ്മൾ എടുക്കാറുണ്ട്. CT സ്കാൻ്റെ ആവശ്യകത മിക്കപ്പോഴും ഉണ്ടാകാറില്ല ബ്രോങ്കിയൽ ആസ്മയ്ക്ക്. ഈ ചെസ്റ്റ് എക്സ്റേ മിക്ക പേഷ്യൻസിനും, ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻസിനും നോർമൽ എക്സ്റേ ആയിരിക്കും. കാരണം ആസ്മ എന്ന് പറയുന്നത് ഒരു സ്മോൾ എയർവേ ഡിസീസാണ്. അതായത് നമ്മളുടെ ശ്വാസകോശത്തിലെ ചെറിയ എയർവേ, ചെറിയ ട്യൂബ്സിൽ ഉണ്ടാകുന്ന കൺസ്ട്രിക്ഷൻ കാരണമാണ് ബ്രോങ്കിയൽ ആസ്മ വരുന്നത്. അപ്പോൾ അത് ചെസ്റ്റ് എക്സ്റേയിൽ ഒരു ഫൈൻഡിങ് ആയിട്ട് വരണമെന്നില്ല. ചെസ്റ്റ് എക്സ്റേ മിക്കപ്പോഴും നോർമലായിരിക്കും ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻസിന്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്രോങ്കിയൽ ആസ്മയിൽ ചെയ്തിരിക്കേണ്ടതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ PFT എന്ന് പറയും. അതായത് നമ്മൾ അതിൽ ലങ് കപ്പാസിറ്റി, ഇപ്പോൾ ലങ് വോളിയം നോക്കുന്ന, അതിൻ്റെ വാല്യൂസ് നോക്കുന്ന ഒരു ടെസ്റ്റാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് നെബുലൈസേഷൻ, അതായത് ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് എന്ന് പറയുന്ന മെഡിസിൻസ്, അതായത് ബ്രോങ്കിയൽ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ്
കൊടുത്തിട്ട് പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ലങ് കപ്പാസിറ്റി ലങ് വോളിയം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PFT അഡ്വൈസ് ചെയ്യുന്നത് പേഷ്യൻസിന്. അപ്പോൾ ബ്രോങ്കിയൽ ആസ്മ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസിന് ആസ്മ വന്നു, ഇപ്പോൾ ആസ്മാറ്റിക് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ റെഗുലറായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് റെഗുലർ ചെക്കപ്പ് ചെയ്യുക, റെഗുലർ ഫോളോ അപ്പ് എടുക്കുക. നിങ്ങൾക്കൊരു ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തന്നെ തനിയെ അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാതിരിക്കുക. അല്ലെങ്കിൽ ശ്വാസമുട്ടൽ വരുമ്പോൾ മാത്രം ഈ ഇൻഹേലേഴ്സ് എടുക്കുന്ന ഒരു ടെൻഡൻസി, കൂടുന്ന സമയത്ത് മാത്രം ഇൻഹേലേഴ്സ് എടുക്കുന്ന ഒരു ടെൻഡൻസി, ഇൻഹേലേഴ്സ് തന്നിട്ടുണ്ടെങ്കിലും നെബുലൈസേഷൻ എടുക്കുന്നത് കൂടുതൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് നെബുലൈസേഷൻ എടുക്കുന്ന ഒരു ടെൻഡൻസിയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കാരണം ബ്രോങ്കിയൽ ആസ്മ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി, അതായത് അതിൻ്റെ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ള മെഡിസിൻസ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ പേടിക്കേണ്ടാത്ത ഒരു അസുഖമാണ് ബ്രോങ്കിയൽ ആസ്മ. പക്ഷേ അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത പേഷ്യൻസും അതിനെ ഇഗ്നോർ ചെയ്യുന്ന പേഷ്യൻസ് വളരെയധികം പേടിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് ബ്രോങ്കിയൽ ആസ്മ. കാരണം 2 കേസസ് ഉണ്ട്. അതായത് നമ്മൾ രോഗം ഇഗ്നോർ ചെയ്ത് മെഡിസിൻസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എക്സാസർബേഷൻ വരും, അതായത് അതിൻ്റെ സിവിയറിറ്റി കൂടുന്നൊരവസ്ഥ വരും, രോഗലക്ഷണങ്ങൾ കൂടുന്നൊരവസ്ഥ. മിക്കപ്പോഴും അത് ചിലവർക്ക് തണുപ്പ് അലർജി ആയിരിക്കും, ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടി അലർജി, അല്ലെങ്കിൽ ചില പൂവുകളുടെ പൂമ്പൊടി അലർജി, അല്ലെങ്കിൽ വീട്ടിൽ ചെള്ള് അലർജി, അല്ലെങ്കിൽ ഫംഗസ് അലർജി, അങ്ങനെ എന്തെങ്കിലും അലർജിക്കായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു എക്സ്പോഷർ, ഇതുമായിട്ട് അവർക്ക് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ബ്രോങ്കിയൽ ആസ്മയുടെ സിംറ്റംസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് ഇൻഹേലേഴ്സ് എടുത്താലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ, നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ടി വരും. ചിലവർക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറയും, ഓക്സിജൻ കുറയുമ്പോൾ ഓക്സിജൻ സപ്ലൈ വേണ്ടി വരും. ചിലർക്ക് വലിയ സിവിയർ ബ്രോങ്കിയൽ ആസ്മ വരുന്ന പേഷ്യൻസിന് ICU അഡ്മിഷനൊക്കെ വേണ്ടി വരും. അത് മിക്കപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ സിംറ്റംസ് ഇഗ്നോർ ചെയ്യുന്ന പേഷ്യൻസിനാണ് എപ്പോഴും അങ്ങനെ വരുന്നത്. സിംറ്റംസ് ഒക്കെ ഇഗ്നോർ ചെയ്യാതെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് എടുത്ത് മെഡിസിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ അതിന് അങ്ങനെ പേടിക്കേണ്ടാത്തൊരു അസുഖമാണ്, ശ്വാസകോശ രോഗമാണ് ബ്രോങ്കിയൽ ആസ്മ.